Good afternoon to all. Good afternoon, ma'am. Afternoon, ma'am. Afternoon. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് എടുത്തത്? ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചേ? Blood bank. Blood. Blood bank. Good afternoon. What are the constituents of blood? പഠിച്ചു അല്ലെ? പ്ലാസ്മയുടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? Plasma വരെ മാം. അപ്പൊ ആര് പറയും റെഡ് ബ്ലഡ് സെൽസ്? റെഡ് ബ്ലഡ് സെൽസിനെ കുറിച്ച് ആര് പറയും? RBC. RBCയെ കുറിച്ച് ആര് പറയും? Ma'am. ഫംഗ്ഷൻ. Transport oxygen to the tissues in the body and are commonly used to treat anemia. Okay, very good. Then പ്ലാസ്മയുടെ മൂന്ന് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചില്ലേ? മൂന്ന് ഫംഗ്ഷൻസ് ഏതൊക്കെയായിരുന്നു? പ്ലാസ്മയുടെ മൂന്ന് ഫംഗ്ഷൻസ്? Maintain blood pressure, provides protein to blood clot, പിന്നെ സോഡിയം പൊട്ടാസ്യം ലെവൽസ് ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത് നമ്മുടെ ക്രയോ പ്രിസിപിറ്റേറ്റ് AHF തുടങ്ങിയല്ലേ പഠിക്കാനുള്ളത് അല്ലേ? അപ്പൊ നമ്മള് ഓൺ മ്യൂട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിലോ സ്പീഡ് കൂടുകയാണെങ്കിലും ഒക്കെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഒരു 10 minutes ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ക്രയോ പ്രസിപിറ്റേറ്റ് AHF അല്ലെ, നമ്മളിത് പ്ലാസ്മയുടെ ഭാഗമായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അത് ക്രയോ പ്രസിപിറ്റേറ്റ് AHF, ദാറ്റ് ഈസ് ക്രയോ പ്രസിപിറ്റേറ്റ് AHF അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ഓക്കെ, അപ്പോ ക്രയോ പ്രസിപിറ്റേറ്റ് AHF, ദാറ്റ് ഈസ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. AHFന്റെ എക്സ്പാൻഡ് ഫോം എന്താണ്? ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ഓക്കെ, ചോദിക്കാറുണ്ട് കേട്ടോ. ആന്റി ഹീമോഫിലിക് ഫാക്ടർ, ഇങ്ങനെയുള്ള ഷോർട്ട് ഫോമും എക്സ്പാൻഡ് ഫോമുകളും പഠിച്ചിരിക്കണം. ഞാൻ ഓൾറെഡി എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ മാത്രമല്ല, ഏതൊരു ചാപ്റ്ററിലും ഇങ്ങനെയുള്ള എക്സ്പാൻഡ് ഫോമുകളും ഷോർട്ട് ഫോമുകളും ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. Okay, but cryoprecipitate AHF, that is anti-hemophilic factor. എന്താണ് ഹീമോഫിലിക് എന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് ഹീമോഫീലിയ രോഗാവസ്ഥ? എന്തിനെ പറ്റി, എങ്ങനെയായിരിക്കും അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? എന്താണ്? ബ്ലഡ് ക്ലോട്ട് ആവാത്ത ഒരു അവസ്ഥയാണ് അല്ലെ? ഹീമോഫിലിക് പേഷ്യൻസിന്റെ ബ്ലഡ് എങ്ങനെയായിരിക്കും? അവർക്ക് എന്തെങ്കിലും ഒരു മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് എന്ത് ചെയ്യില്ല? ക്ലോട്ട് ആവില്ല, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കില്ല. ശരിയാണ്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും അല്ലെ? രക്തം അവരുടെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. അത് ക്ലോട്ട് ആയാലല്ലേ, നമുക്കാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ്? രക്തം കട്ട പിടിക്കല്ലേ? കുറച്ച് ടൈമാണ് അത് ബ്ലഡ് അവിടെ നിന്ന് പോവുള്ളൂ. അതിനുശേഷം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? രക്തം കട്ട പിടിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് അധികം ബ്ലഡ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെ? അപ്പൊ അതേസമയം ഹീമോഫിലിയ ഉള്ള കണ്ടീഷനുള്ള പേഷ്യൻസിന് അവരുടെ ബ്ലഡ് എന്ത് ചെയ്യില്ല? ക്ലോട്ട് ആവില്ല. ബ്ലഡ് ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ വാർന്നു പോയാൽ എന്ത് പറ്റും? ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാല് അവരുടെ ഡെത്ത് വരെ സംഭവിക്കാം അല്ലെ? മരണം വരെ സംഭവിക്കാം. അപ്പൊ ഇവിടെ ആന്റി ഹീമോഫിലിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് അല്ലെ? അതായത് ഹീമോഫിലിക്കിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റി ഹീമോഫിലിക്. അതായത് എന്താണ്? രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ക്രയോ പ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഓക്കെ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ്, അതാണ് ആന്റി ഹീമോഫിലിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. The portion of the plasma. ഇനി എന്താണ് ക്രയോ പ്രസിപിറ്റേറ്റ് AHF എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? The portion of the plasma that contains clotting factors that helps to control bleeding. Okay, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്ലാസ്മയുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഭാഗമാണ് cryoprecipitate AHF, that is anti-hemophilic factor എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം അല്ലെ? അപ്പൊ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന
ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബ്ലീഡിങ് നിർത്താനായിട്ട് അല്ലെ, ബ്ലീഡിങ് ഇങ്ങനെ രക്തം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുകയും ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാം. AHFന്റെ എക്സ്പാൻഡഡ് ഫോംസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് ചോദിക്കും. എന്താ പറയാ, നിങ്ങൾ എന്താ എഴുതണേ, പോർഷൻ ഓഫ് പ്ലാസ്മ അല്ലെ, പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. എന്തടങ്ങിയ ഭാഗമാണ്, ബ്ലീഡിങ്ങിന് വേണ്ടി, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയ പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. ഇനി അല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻ വരാവുന്നത് നേരെ തിരിച്ചു വരാം. ഇപ്പോ ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ എന്താണ്, ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്സ് കൺട്രോൾ ബ്ലീഡിംഗ്. ഈ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ഇങ്ങനെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഭാഗം ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ക്രയോപ്രസിപിറ്റേറ്റ് AHF ആണെന്ന് ഓപ്ഷൻസിൽ നിന്ന് എടുത്ത് എഴുതണം. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് കേട്ടോ. Then albumin, immune globulins and clotting factor concentrate may also be separated and processed for transfusion. അപ്പോ ഈ പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് ആണ് ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇവയും എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്ലഡ് കമ്പോണൻസിനെ, ഏതൊരു ബ്ലഡ് പ്രൊഡക്ട്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ. ബ്ലഡ് ബാങ്കില് അതിനാവശ്യമായിട്ടുള്ള എപ്പോഴാണ് ഒരു സിറ്റുവേഷൻ ആവശ്യമായിട്ടുള്ളത് വരുന്നത് അതിനനുസരിച്ച് അല്ലെ, ഓരോ പേഷ്യൻസിന്റെയും സിറ്റുവേഷൻ അനുസരിച്ച് ഏതൊരു കമ്പോണന്റ് ആണ് ആവശ്യം വരുന്നത് അതിനനുസരിച്ചാണ് അവിടെ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പ്ലാസ്മയിലുള്ള ആൽബുമിനും ഇമ്മ്യൂണോഗ്ലോബുലിൻസും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പോലെയുള്ള എല്ലാ പ്രോട്ടീൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് ചോദിച്ചാൽ എന്താണ്, AHFന്റെ ഫുൾ ഫോം എന്താ, ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നാണ്. ഇത് പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. എന്തിനു വേണ്ടി സഹായിക്കുന്നതാണ്, ബ്ലീഡിങ്ങിന് വേണ്ടി, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഓക്കെ, then what is mean by blood transfusion? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്? ആദ്യം നമുക്ക് ആ ഒരു ഭാഗം മാത്രം നോക്കാം കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്? അവിടെ 2 വ്യക്തികൾ ഉണ്ടാവും അല്ലെ, ഒരു ഡോണറും ഉണ്ടാവും, ഒരു റെസിപ്പിയന്റും ഉണ്ടാവും. ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണോ അദ്ദേഹമാണ് ഡോണർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തി ആരാണ്? റെസിപ്പിയന്റ് ആണ് അല്ലെ. അപ്പൊ ഡോണർ ഉണ്ടാവും, റെസിപ്പിയന്റും ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് പറയാം. ഡോണറിൽ നിന്നുള്ള ബ്ലഡ് റെസിപ്പിയന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അല്ലെ. ഡോണറിൽ നിന്നുള്ള ലഭിക്കുന്ന ബ്ലഡ് അല്ലെങ്കിൽ ഡോണർ ഡൊണേറ്റ് ചെയ്യുന്ന ആ ഒരു ബ്ലഡ് റെസിപ്പിയന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഇനി ഇവിടെ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് നോക്കിയേ. ടിപ്പിക്കലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് ദ പ്രോസസ് in which blood components are transferred from one person, that is donor, into the bloodstream of another person, that is recipient. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആണ്, ഒരു പ്രക്രിയയാണ് അല്ലെ. അതെന്താണ്, ബ്ലഡ് കമ്പോണൻസ്, ഒരു വ്യക്തിയിൽ നിന്നുള്ള ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നുള്ള ബ്ലഡ് മറ്റൊരു വ്യക്തിയുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഡോണറിൽ നിന്നുള്ള ലഭിക്കുന്ന ബ്ലഡ് അത് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു? റെസിപ്പിയന്റെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ റെസിപ്പിയന്റെ ബ്ലഡ് സ്ട്രീം അല്ലെങ്കിൽ രക്തപ്രവാഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാം എന്താണ് വാട്ട് യു മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓപ്ഷൻസ് ഉണ്ടാവാം. ആ ഓപ്ഷനിൽ നിന്നും എന്താണ്, ഒരു വ്യക്തിയുടെ ബ്ലഡ്, ഒരു വ്യക്തിയിൽ നിന്നും ലഭിക്കുന്ന ബ്ലഡ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ബ്ലഡ്
മറ്റൊരു വ്യക്തിയുടെ ബ്ലഡിലേക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ സ്വീകരിക്കുന്ന വ്യക്തി എപ്പോഴും എങ്ങനെയായിരിക്കും? പേഷ്യൻസ് ആയിരിക്കും അല്ലെ. റെസിപ്പിയന്റ് എന്ന് പറയുന്നത് കൂടുതലും പേഷ്യൻസ് അല്ലേ, അവർക്കല്ലേ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നു. ഡോണറിൽ നിന്നും റെസിപ്പിയന്റിന്റെ ബോഡിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് വരാം. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ട പ്രോസസ് ആണ് എന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് വന്നോടെ. അപ്പൊ അത് നോട്ട് ചെയ്യണോട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ട പ്രോസസ് ആണ് എന്ന് ചോദിക്കാറുണ്ട്. Then it comes into act especially as a life-saving process. അല്ലെ, ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമല്ലേ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. For the recipient when there is a large loss of blood cells through bleeding or depression of the bone marrow. അപ്പോ ഇവിടെ ഒരു പ്രത്യേക പേര് പറയുന്നുണ്ട്, ഡിപ്രഷൻ ഓഫ് ബോൺ മാരോ. ഡിപ്രഷൻ ഓഫ് ബോൺ മാരോ അല്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താ? ബോൺ മാരോ, അസ്ഥിമജ്ജ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. അതായത് നമ്മുടെ ബോഡിയിലെ ബോൺസ് ഉണ്ട് അല്ലെ, നമ്മുടെ ബോഡിയിൽ ബോൺസ് അല്ലെങ്കിൽ അസ്ഥി ഉണ്ട് അല്ലെ. അസ്ഥിയുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ബോൺസിന്റെ ഉള്ളിൽ ചില സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ട്. ബോൺസിന്റെ ഉള്ളിലുള്ള ഈ സോഫ്റ്റ് ടിഷ്യൂസ് ആണ് ബോൺ മാരോസ് അല്ലെങ്കിൽ അസ്ഥിമജ്ജ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ അസ്ഥിമജ്ജയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് പോലെയുള്ളവ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ഈ അസ്ഥിമജ്ജയ്ക്ക് എന്തിന്റെ പ്രവർത്തനങ്ങൾ കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നതിന്റെ നമ്പറും എന്ത് ചെയ്യും? കുറയൂലേ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം അല്ല, അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്ന അസ്ഥിമജ്ജയുടെ വിഷാദം എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന്റെ മീനിങ്. അപ്പൊ അതിൽ ബോൺ മാരോ എന്ന് പറയുന്നത് ബോൺസിനുള്ളിൽ അല്ലെങ്കിൽ അസ്ഥികൾക്കുള്ളിലുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ആണ് ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥിമജ്ജ എന്ന് പറയുന്നത്. ഇനി ഈ അസ്ഥിമജ്ജയ്ക്കുള്ളിൽ വെച്ചിട്ടാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് പോലെയുള്ള ബ്ലഡ് സെൽസിന്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പൊ ഈ അസ്ഥിമജ്ജയുടെ പ്രവർത്തനം കുറയുമ്പോ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് ഈ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സിന്റെ ഒക്കെ ഉണ്ടാകുന്നതിന്റെ അളവ് എങ്ങനെ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന്റെ അളവ് എങ്ങനെയായിരിക്കും? കുറയൂലേ. ആ ഒരു അവസ്ഥയാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അസ്ഥിമജ്ജയുടെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ബ്ലഡിലുള്ള ഈ സെൽസിന്റെ നമ്പേഴ്സും കുറയുന്നു. ആ ഒരു കണ്ടീഷനാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എങ്ങനെയുള്ള കേസുകളിലാണ് ലൈഫ് സേവിംഗ് പ്രോസസ് എന്ന് നോക്കിയേ. there is a large loss of blood cells through the bleeding അല്ലെ. എന്തെങ്കിലും ബ്ലീഡിങ്ങുകൾ വല്ല ആക്സിഡന്റ്സോ ഇഞ്ചുറീസോ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഒരുപാട് ബ്ലീഡിങ്സ് അല്ലെ, ബ്ലീഡിങ് വഴി ഒരുപാട് രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുന്ന ആ ഒരു രക്തം നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിലും അല്ലെങ്കിൽ ഈ ബോൺ മാരോ ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലും ഒരു സിറ്റുവേഷനിലൊക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്, ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ കൺസിഡേർഡ് ആസ് എ നോബിൾ കോസ്, എന്താണ് ഒരു മഹത്തരമായ ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ്? ഒരു ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക് ബ്ലഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു പേഴ്സണിന്റെ ബ്ലഡ് കമ്പോണൻസ് മറ്റൊരു വ്യക്തിയുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? ഇതൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്, ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. ഏതൊക്കെ കണ്ടീഷൻസിലാണ്? ബോൺ മാരോ ഡിപ്രഷൻ അല്ലെങ്കിൽ അസ്ഥിമജ്ജ വിഷാദം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻസിലോ അല്ലെങ്കിലോ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലീഡിങ്ങുകൾ ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷൻസിലും നമ്മുടെ ബോഡിയിൽ ഒത്തിരി ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ജീവൻ രക്ഷ അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് പ്രോസസ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് അതെന്താണ് കൺസിഡേർഡ് ആസ് എ നോബിൾ കോസ് അല്ലെ, മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് ആയത്? എന്താണെന്ന് നോക്കി. ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് ദ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്സ് ഓഫ് ബ്ലഡ്. എന്താണ്? ബ്ലഡ് ബാങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ബ്ലഡ് മാത്രമാണോ കളക്ട് ചെയ്യുന്നത്? അല്ല, എല്ലാ ബ്ലഡ് ടൈപ്പും അല്ലെ, എല്ലാ ബ്ലഡ് ടൈപ്പും
കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ടെസ്റ്റുകൾ അല്ലെ പരിശോധനകൾ നടത്തുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നതാണ് എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ എല്ലാ ബ്ലഡ് ടൈപ്പിനെയും ചേർത്തുകൊണ്ട് ഇത്രയും അധികം പ്രോസസ്സുകൾ ചെയ്ത് ഒരു ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് അവിടെ നിന്നാണ് ഒരു യൂണിവേഴ്സൽ പോയിന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഏതൊരു ബ്ലഡ് ടൈപ്പും നമുക്ക് ഈ ബ്ലഡ് ബാങ്കിൽ ചെന്നാൽ അവൈലബിൾ ആയിട്ട് ലഭിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നൊരു ബ്ലഡ് ടൈപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടാകില്ല. ഏതൊരു ഈ 4 ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ഏതൊരു ബ്ലഡ് ടൈപ്പും നമുക്ക് ബ്ലഡ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ സ്റ്റോർ ചെയ്ത് അല്ലെ അവർ കളക്ട് ചെയ്ത് ടെസ്റ്റുകൾ നടത്തി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സൽ പോയിന്റ് ആണ്, ബ്ലഡുമായി റിലേറ്റ് ചെയ്തൊരു യൂണിവേഴ്സൽ പോയിന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. They watchfully screen test the blood for any signs of infection. നമ്മൾ പ്രിലിമിനറി ടെസ്റ്റുകൾ പഠിച്ചില്ലേ, എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. ട്രാൻസ്ഫ്യൂഷന് മുൻപായിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യും അല്ലെ, പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ ചെക്ക് ചെയ്യുന്നു. അത് കൂടാതെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് സ്ക്രീനിങ്ങുകൾ വഴി ചെക്ക് ചെയ്യുന്നതോട് കൂടാതെ എന്ത് ചെയ്യുന്നു, ഈ ബ്ലഡ് ടൈപ്പ്, ഈ ഡൊണേറ്റ് ചെയ്ത് ലഭിച്ചിരിക്കുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്, എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു, RH നെഗറ്റീവ് ആണോ, RH പോസിറ്റീവ് ആണോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ബ്ലഡ് ബാങ്കിൽ വരുന്ന ആ ബ്ലഡ് സാമ്പിള് എപ്പോഴാണോ കിട്ടുന്നത് ആ ടൈമിൽ തന്നെ ഇവർ ഈയുള്ള പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുള്ളൂ. ദെൻ കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങുകൾ നടത്തും അല്ലെ. ഇത് ബ്ലഡ് അനുയോജ്യമാണോ അല്ലെ, രണ്ട് ഡോണറുടെയും റെസിപ്പിയന്റെയും ബ്ലഡുകൾ തമ്മിൽ മാച്ചിങ് ആണോ അല്ലെ, യോജിച്ചതാണോ എന്നുള്ളത് ടെസ്റ്റുകളൊക്കെ ചെയ്യും. എന്താണ്, എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നത്? ഇതൊരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ബ്ലഡ്, ഒരു പ്രത്യേക യൂണിറ്റ് ബ്ലഡ് ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യും. അത് വളരെ സേഫ് ആയിട്ട് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ, കൈമാറി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയുള്ള കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങുകളും നടത്തുന്നു. അപ്പൊ ബ്ലഡ് ബാങ്ക് സർവീസസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം എന്താ, അത് എല്ലാ ടൈപ്പിലുമുള്ള ബ്ലഡുകളെ കളക്ട് ചെയ്യുന്നുണ്ട്, അതിന് ടെസ്റ്റുകൾ നടത്തുന്നു, അല്ലെങ്കിൽ പരിശോധന ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. എന്താ, അതുപോലെ തന്നെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ വന്നിരിക്കുന്ന സാമ്പിൾ ബ്ലഡ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ പെടുന്നു അല്ലെ, എയിലാണോ, ബിയിലാണോ, എ ബിയിലാണോ, ഒയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ആൻഡ് RH പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഓൾസോ കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നു അല്ലെ. എന്താണ്, ഡോണറുടെയും റെസിപ്പിയന്റെയും ബ്ലഡുകൾ തമ്മിൽ വളരെയധികം യോജിച്ചതാണോ, മാച്ചിങ് ആണോ, അതുപോലെ തന്നെ എന്താ സേഫ് ആയിട്ട് ഈ ഒരു ബ്ലഡ് മറ്റൊരു എന്താണ് റെസിപ്പിയന്റിന്റെ ബ്ലഡിലേക്ക് സേഫ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താ മോണിറ്റർ ചെയ്യേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും ബ്ലഡ് ബാങ്കിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അടുത്തത് നോക്കിയേ, നോട്ട് എന്ന് പറഞ്ഞത് നോക്കിയാൽ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, ഇപ്പൊ നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് O നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. നിങ്ങൾ എന്താണ്, യൂണിവേഴ്സൽ ഡോണർ ആണ്. ഹു ക്യാൻ ട്രാൻസ്ഫർ യുവർ ബ്ലഡ് ടു ഓൾമോസ്റ്റ് എവരി വൺ. ആൻഡ് ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് AB പോസിറ്റീവ്, ഇനി AB പോസിറ്റീവ് ആണ് നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് എങ്കിൽ യു ആക്ട് ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഓക്കെ, നമ്മളൊരു ഒരു ബോക്സ് ഒക്കെ വരച്ച് പഠിച്ചില്ലേ, കുറച്ച് കാര്യങ്ങള്. 4 ബ്ലഡ് ഗ്രൂപ്പ് പഠിച്ചു, അതിന്റെ ആന്റിജൻ, ആന്റിബോഡി, റെസിപ്പിയന്റ്, ഡോണേഴ്സ് ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റെസിപ്പിയന്റും. ഈ യൂണിവേഴ്സൽ ഡോണർ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പായിരുന്നു യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞിരുന്നത്? നമ്മള് ഏത് ഗ്രൂപ്പായിരുന്നു യൂണിവേഴ്സൽ ഡോണർ? യെസ്, O ആയിരുന്നു, ശരിയാണ്. ഇനി യൂണിവേഴ്സൽ റെസിപ്പിയന്റിന്റെ പറയുന്നത് ഏത് ഗ്രൂപ്പായിരുന്നു? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് AB. യെസ്, വെരി ഗുഡ്, AB ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ നിങ്ങള്, നമ്മൾ അവിടെ എന്താണ് ഗ്രൂപ്പിനെ പറ്റി മാത്രമാണ് പറഞ്ഞിരുന്നത് അല്ലെ. അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല. ഏതാണ് ഗ്രൂപ്പ് ഏതാണെന്ന് മാത്രമാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നിങ്ങളോടും ഇതുപോലെ തന്നെ ഏതാണ് യൂണിവേഴ്സൽ ഡോണർ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ O തന്നെ എഴുതിയാൽ മതി.
ഓക്കെ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റിന്റെ ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏത് എഴുതണം? AB എഴുതണം. ഓക്കെ, ഗ്രൂപ്പാണ് ചോദിക്കുന്നതിൽ ആ ഗ്രൂപ്പിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയേ, നെഗറ്റീവും പോസിറ്റീവും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഒരു കാറ്റഗറി വന്നു. അപ്പൊ അവിടെ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഏത് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ, ഏത് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ബ്ലഡ് ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് എഴുതണം? O നെഗറ്റീവ് ആണെന്ന് എഴുതണം. യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് എഴുതണം? O നെഗറ്റീവ് എഴുതണം. ഓക്കെ, നമ്മൾ യൂണിവേഴ്സൽ ഡോണർ ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ O എന്ന് തന്നെ എഴുതിയാൽ മതി. ഇനി ബ്ലഡ് ടൈപ്പ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്ത് എഴുതണം? O നെഗറ്റീവ് എന്ന് തന്നെ സ്പെസിഫൈ ചെയ്ത് എഴുതിയിരിക്കണം. ഞാൻ AB യുടെ കാര്യം എടുത്തേ. AB എന്ന് പറയുന്ന ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ AB എഴുതുക. വിച്ച് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ടൈപ്പ്? ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? AB പോസിറ്റീവ് ആണ്. ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ വരുന്നില്ലേ? നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് ഫാക്ടർ ആണ്. അതുകൊണ്ട് തന്നെ മാറിപ്പോവാതെ എപ്പോഴും ശ്രദ്ധിച്ച് പഠിക്കാം. ഓപ്ഷൻസിൽ ഈ 4 ഓപ്ഷൻസും വന്നേക്കാം. അപ്പൊ അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് കണ്ടെത്തി എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ O നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ആണ്. യൂണിവേഴ്സൽ ബ്ലഡ് ഡോണർ ആയിട്ടുള്ള ടൈപ്പ് ആണ് O നെഗറ്റീവ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ റെസിപ്പിയൻ ബ്ലഡ് ടൈപ്പ് ആണ് EB പോസിറ്റീവ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ Oയും ABയും മാത്രം എഴുതിയാൽ മതി. ബ്ലഡ് ടൈപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ O നെഗറ്റീവും AB പോസിറ്റീവും ആണ്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ ഒരു നോട്ട് എടുത്തേ. അതിന് കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് O നെഗറ്റീവ് ആണ്, ഓക്കെ AB പോസിറ്റീവ് ആണ് എന്നുള്ളതൊക്കെ വന്നതിന്റെ കാരണം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം റിസീവ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ് കേട്ടോ പറയുന്നത്. റിസീവ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസിലെ കണ്ടീഷൻസ് ആണ്. അപ്പൊ ആദ്യം ഒന്ന് എഴുതുക, റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസിലെ കണ്ടീഷൻസ്. 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസാണ് കേട്ടോ, തിരിഞ്ഞു പോവരുത്. റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന കേസുകളിലാണ് 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എഴുതുക, RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ RH positive blood can RH positive blood can receive RH positive blood can receive positive and negative. RH positive blood can receive positive and negative. RH positive blood can receive പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. രണ്ടാമത്തെ കണ്ടീഷൻ എഴുതിയേ, RH നെഗറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് RH നെഗറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് RH നെഗറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് only നെഗറ്റീവ് ഓക്കെ. 2 കണ്ടീഷൻസ് അല്ലേ പറഞ്ഞത്? റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസിൽ 2 കണ്ടീഷൻസ് പറഞ്ഞു. RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? RH നെഗറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് only നെഗറ്റീവ്. ക്ലിയർ ആയോ 2 കണ്ടീഷൻസ്? ഓക്കെ, അതിലൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതുക. എക്സാമ്പിൾ ആയിട്ട് എഴുതി AB പോസിറ്റീവ്. AB പോസിറ്റീവിന്റെ കേസ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് എഴുതി. AB പോസിറ്റീവ്. അപ്പൊ നമ്മൾ ABയുടെ കേസ് മാത്രം ഇപ്പൊ പോസിറ്റീവ് അവിടെ നിൽക്കട്ടെ. AB എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് എടുക്കാം. നമ്മൾ ബോക്സ് ഒക്കെ വരച്ച് എഴുതിയിരുന്നില്ലേ ഗ്രൂപ്പുകൾ, അതിന്റെ ഓരോ ഡോണേഴ്സ് ഏതാണ്, റെസിപ്പിയൻസ് ഏതാണ് എന്നൊക്കെ. അപ്പൊ AB എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ റെസിപ്പിയൻസ് ആരൊക്കെയാണ്? AB എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ റെസിപ്പിയൻസ് ആരൊക്കെയാണ്? AB എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ റെസിപ്പിയൻസ് എല്ലാവരും ഉണ്ട് അല്ലെ? ശരിയാണ്. അപ്പൊ ഏതൊക്കെയുണ്ട്? എയും ഉണ്ട്, AB O, അങ്ങനെ 4 ഗ്രൂപ്പുകളും വരുന്നുണ്ട് അല്ലെ ABയുടെ റെസിപ്പിയൻസിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നൊക്കെ വിളിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ AB പോസിറ്റീവിന്റെ കേസ് അല്ലേ പറയുന്നേ.
അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ അത് എന്ത് കണ്ടീഷനാണ്? RH പോസിറ്റീവ് വരുന്ന കണ്ടീഷനാണ്. അപ്പൊ ആ പോസിറ്റീവ് കണ്ടീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയേ. RH പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ആരിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും? പോസിറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും, നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ RH പോസിറ്റീവ് ആണ്. അപ്പൊ AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും പോസിറ്റീവും നെഗറ്റീവും ഇല്ലേ? എ ഗ്രൂപ്പിലാണെങ്കിൽ എ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ബി ഗ്രൂപ്പിലാണെങ്കിലോ ബി പോസിറ്റീവ്, ബി നെഗറ്റീവ് ഉണ്ട്. എ ബിക്കും അതുപോലെ തന്നെ ബി പോസിറ്റീവും എ ബി നെഗറ്റീവും ഉണ്ട്. ഓയുടെ കേസിലും ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഈ 4 ബ്ലഡ് ഗ്രൂപ്പിലെയും എല്ലാവരും 4 ബ്ലഡ് ഗ്രൂപ്പിലെയും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും എ ബി പോസിറ്റീവിന് ബ്ലഡ് സ്വീകരിക്കാം. അതാണ് ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത് അല്ലെ. എ ബി എന്ന് പറയുന്ന ഗ്രൂപ്പിന് 4 ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. അപ്പൊ ആ 4 ബ്ലഡ് ഗ്രൂപ്പിന്റെയും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എ ബി പോസിറ്റീവ് അല്ലെ നമ്മൾ ആദ്യം എക്സാമ്പിൾ പറഞ്ഞത്. ആ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ 4 ബ്ലഡ് ഗ്രൂപ്പിന്റെയും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് എഴുതി ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് എഴുതി നോക്കി. എ ബി പോസിറ്റീവിന്റെ കേസ് എടുത്തൊന്ന് എഴുതി നോക്കി. നിങ്ങൾ എ ബി പോസിറ്റീവിന്റെ കേസ് ഒന്ന് എടുത്ത് എഴുതി നോക്കിയേ. എഴുതി നോക്കിയോ എ ബി പോസിറ്റീവിന്റെ കേസ്? എ ബി പോസിറ്റീവിന്റെ കേസിൽ ആരിൽ നിന്നൊക്കെ എ ബി പോസിറ്റീവിന് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? യെസ്, ഏതാണ്? എല്ലാത്തിന്റെയും അല്ലെ 4 ഗ്രൂപ്പിന്റെയും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും അല്ലെ. എ പോസിറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം, എ നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം. ബി പോസിറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം, ബി നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം. എ ബി പോസിറ്റീവിൽ നിന്നും എ ബി നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം, ഓ പോസിറ്റീവിൽ നിന്നും ഓ നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം അല്ലെ. ഓക്കെ, അത് ക്ലിയർ ആയോ? അടുത്തത് നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എ ബി നെഗറ്റീവ് എഴുതിയേ. എ ബി നെഗറ്റീവ് എഴുതിയേ. എ ബിയുടെ കണ്ടീഷൻ നമുക്കറിയാം അല്ലെ. 4 ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. ഇനി നെഗറ്റീവ് വന്നാൽ അവിടെ ഏത് കണ്ടീഷൻ വരും? സെക്കൻഡ് കണ്ടീഷൻ വരുന്നു. അപ്പൊ അവിടെ എന്താ പറഞ്ഞേ? RH നെഗറ്റീവ് ആണ് ബ്ലഡ് എങ്കിൽ അവർക്ക് എങ്ങനെയാണ്? റിസീവ് ഓൺലി നെഗറ്റീവ് അല്ലെ. നെഗറ്റീവിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എ ബി നെഗറ്റീവിന്റെ കേസില് എ ബി എന്ന് പറയുന്നതിന് 4 ബ്ലഡ് ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ നെഗറ്റീവ് എന്നൊരു കണ്ടീഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നെഗറ്റീവിന് ഓൺലി നെഗറ്റീവുകളിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 4 ബ്ലഡ് ഗ്രൂപ്പിലെയും നെഗറ്റീവിൽ നിന്ന് മാത്രമേ എ ബി നെഗറ്റീവിന്റെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെ വരും എ ബി നെഗറ്റീവിന്റെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നത്? യെസ്, വെരി ഗുഡ്. എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ് ആണ്, ഓ നെഗറ്റീവ് വരും അല്ലെ. അപ്പോൾ ഇതിൽ നിങ്ങൾ 2 എക്സാമ്പിൾ അല്ലേ നമ്മൾ എടുത്തത്? എ ബി പോസിറ്റീവ് കൊടുത്തു, എ ബി നെഗറ്റീവ് കൊടുത്തു. ഇതിൽ രണ്ടിലും എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബ്ലഡ് ടൈപ്പ് ഏതാണ്? എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഏതാണ്? എ ബി പോസിറ്റീവ് ആണോ എ ബി നെഗറ്റീവ് ആണോ? എ ബി പോസിറ്റീവ് ആണോ എ ബി നെഗറ്റീവ് ആണോ? എ ബി പോസിറ്റീവ് ആണ്. യെസ്, വെരി ഗുഡ്. എ ബി പോസിറ്റീവ് ആണ് അല്ലെ. എ ബി നെഗറ്റീവ് ആണോ? ചിലർക്കൊക്കെ എ ബി നെഗറ്റീവ് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. എ ബി പോസിറ്റീവ് അല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? എ ബി പോസിറ്റീവിന് 4 ബ്ലഡ് ഗ്രൂപ്പുകളുടെയും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബ്ലഡ് ടൈപ്പിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ബ്ലഡ് ടൈപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എ ബി എഴുതണം. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എ ബി പോസിറ്റീവ് ആണ്. ഇനി നിങ്ങൾ മറ്റേതൊരു ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇത് തന്നെ സെയിം റിസൾട്ടേ കിട്ടുള്ളൂ. നിങ്ങൾ ഏത് വേണമെങ്കിലും ഒരു എ പോസിറ്റീവോ എ നെഗറ്റീവോ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് എക്സാമ്പിൾ എഴുതി നോക്കിയേ. എ പോസിറ്റീവ് എന്ന് എഴുതിക്കോ. എ പോസിറ്റീവ് എഴുതി നോക്കിയേ. എ പോസിറ്റീവിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതി നോക്കിയേ. ഈ കണ്ടീഷൻസ് എടുത്തിട്ട് എ എന്ന് പറയുന്ന ഗ്രൂപ്പിന്, ഓക്കെ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. എ എന്ന് പറയുന്ന ഗ്രൂപ്പിന്
എന്താണ് നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കാം. എ പോസിറ്റീവ് ആണെന്ന് എടുക്കുന്നത് നോക്കാം. അപ്പൊ എ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? എയിൽ നിന്നും ഓയിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ എയിൽ നിന്നും ഓയിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. ഇനി പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവിന്റെ കണ്ടീഷൻ എടുക്കാം. RH പോസിറ്റീവ് ആണെങ്കിൽ ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. അപ്പോ എ പോസിറ്റീവിൽ നിന്നും എ നെഗറ്റീവിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. O പോസിറ്റീവിൽ നിന്നും O നെഗറ്റീവിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം അല്ലേ. അപ്പൊ അതിന്റെ കേസിലും എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. മറ്റേതൊരു ഓപ്ഷൻ എടുത്ത് നിങ്ങൾ നോക്കിയോ, മറ്റേതൊരു ബ്ലഡ് ഗ്രൂപ്പിന്റെ ടൈപ്പ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈ AB പോസിറ്റീവ് മാത്രമേ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ടൈം കളഞ്ഞ് വെറുതെ കുറെ എക്സാമ്പിളുകൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് ഡയറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞത് കേട്ടോ. മറ്റേതൊരു ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ തന്നെയായിരിക്കും കിട്ടുക. ഇതൊന്നും കൂടി പറയാം, മനസ്സിലാക്കാത്തവരൊന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മളിപ്പോ എന്താണ് ബ്ലഡ് റിസീവ് ചെയ്യുന്ന കേസിൽ, അതായത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ മുമ്പ് ആ ബോക്സിൽ എന്താണ് പഠിച്ചത്? ഗ്രൂപ്പ് മാത്രമാണ് പഠിച്ചത്. അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ എടുത്തിട്ടില്ല. മറിച്ച് ഇവിടെ വന്നപ്പോ എന്താ പോസിറ്റീവും നെഗറ്റീവും കൂടി വന്നു അല്ലെ. അപ്പൊ ആ ഒരു കണ്ടീഷൻസിൽ പോസിറ്റീവ് ആണെങ്കിൽ ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം, നെഗറ്റീവ് ആണെങ്കിൽ ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. ആരിൽ നിന്നൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ RH പോസിറ്റീവ് ആണെങ്കിൽ ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? പോസിറ്റീവിൽ നിന്നും സ്വീകരിക്കാം, നെഗറ്റീവിൽ നിന്നും സ്വീകരിക്കാം. ഇനി RH നെഗറ്റീവിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ അവർക്ക് നെഗറ്റീവിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ എന്ത് എക്സാമ്പിൾ ആണ് എടുത്തത്? AB പോസിറ്റീവ് കൊടുത്തു, AB നെഗറ്റീവ് കൊടുത്തു അല്ലെ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ രണ്ടെണ്ണമാണ് ആദ്യം പറഞ്ഞത്. അതിൽ AB പോസിറ്റീവിന് AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് 4 ബ്ലഡ് ഗ്രൂപ്പ് മറ്റ് 4 ബ്ലഡ് ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ബോക്സിൽ ഓൾറെഡി അത് പഠിച്ചതാണ്. ഇനി ആ 4 ബ്ലഡ് ഗ്രൂപ്പിനെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം എന്താണ്? RH പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. അപ്പൊ ഈ AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് 4 ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ 4 ഗ്രൂപ്പുകളുടെയും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാ ഗ്രൂപ്പുകളുടെയും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയില്ലേ? AB പോസിറ്റീവിന്. ഇനി നമ്മൾ നേരെ എന്താണ് AB നെഗറ്റീവിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു. AB നെഗറ്റീവിന്റെ എടുത്തപ്പോ എന്താണ് പ്രശ്നം? അവിടെ AB നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു RH നെഗറ്റീവ് ആണ് കണ്ടീഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആരിൽ നിന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആരിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ? നെഗറ്റീവിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ AB നെഗറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു രണ്ടാമത്തെ കണ്ടീഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ? ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകളിലെയും നെഗറ്റീവുകളിൽ നിന്ന് മാത്രം ഇവർക്ക് ബ്ലഡ് സ്വീകരിക്കാം. അപ്പൊ അതിനാരിൽ നിന്നൊക്കെ പറ്റും? A നെഗറ്റീവിൽ നിന്ന് പറ്റും, O നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാം, AB നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാം, O നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാം. അപ്പോ ഈ രണ്ട് കണ്ടീഷനും 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ. 2 കണ്ടീഷൻസ് വെച്ചിട്ട് ആ 2 എക്സാമ്പിളുകളിലും എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? AB പോസിറ്റീവിന് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതാം? AB പോസിറ്റീവ് എന്ന് എഴുതാം. ഓക്കെ. ഇനി റിസീവ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് കേട്ടോ അടുത്തത് പറയുന്നത്. റിസീവ് ചെയ്യുന്ന കണ്ടീഷൻ, റിസീവ് ചെയ്യുന്ന കേസിലെ കണ്ടീഷൻസ് ഒന്ന് എഴുതിയ, അടുത്തത് ഒന്ന് എഴുതിയ. റിസീവ് ചെയ്യുന്ന കണ്ടീഷൻസിലെ കേസിലെ കണ്ടീഷൻസ്, അതിനും 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് റിസീവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെ. റിസീവ് ചെയ്യുന്നത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ഡൊണേറ്റ് ചെയ്യുന്നത് കൂടി പഠിക്കട്ടെ. ഓക്കെ. അപ്പൊ ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ ഇനി 2 എണ്ണം പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഡൊണേറ്റ് ചെയ്യുന്ന കേസിലെ കണ്ടീഷൻസ് ഒന്ന് എഴുതി വെച്ചേ നിങ്ങള്. ഫസ്റ്റ് വൺ എന്താണ്? RH പോസിറ്റീവ് can give RH positive can give positive only. RH positive can give positive only. RH positive can give positive only. Then second condition, donate ചെയ്യുന്ന കേസിലാണ് പറയുന്നത്. Second condition, RH negative can give
negative can give, RH negative can give positive and negative. Positive and negative. RH negative can give positive and negative. Okay. ഒന്നുകൂടി പറയാം, രണ്ട് കണ്ടീഷൻസ് ഡൊണേറ്റ് ചെയ്യുന്ന കേസിലെ കണ്ടീഷൻസ് ആണ്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ, അതിനെ നമുക്ക് രണ്ട് എക്സാമ്പിൾ എടുത്ത് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഓ പോസിറ്റീവ്. ഓ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയേ. ഓ പോസിറ്റീവ്, ഓ പോസിറ്റീവ് എക്സാമ്പിൾ എടുത്തൊന്ന് ചെയ്ത് നോക്കിയേ. ഓ പോസിറ്റീവ്, ഓ പോസിറ്റീവില് ഓ എന്ന് പറയുന്ന ഗ്രൂപ്പ് മാത്രം കൺസിഡർ ചെയ്യാം. ഓ എന്ന ഗ്രൂപ്പിന് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യുന്ന കേസല്ലേ നമ്മൾ പറയുന്നേ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, എക്കും ബിക്കും എ ബിക്കും ഒ എന്ന് പറയുന്ന 4 ബ്ലഡ് ഗ്രൂപ്പുകൾക്കും നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓ പോസിറ്റീവ് ആണ് കണ്ടീഷൻ പറഞ്ഞത്. അപ്പൊ RH പോസിറ്റീവ് അല്ലേ? അപ്പൊ RH പോസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി. അപ്പൊ ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകളിലെയും പോസിറ്റീവ് ആയുള്ളവർക്ക് മാത്രമേ ഓക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, ഓ പോസിറ്റീവിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആരൊക്കെ വന്നു? ശരിയാണ് 5 പറഞ്ഞത്. ഏത് വരും? ഏതൊക്കെ വരും? പോസിറ്റീവ് ആയിട്ട് ഈ 4 ബ്ലഡ് ഗ്രൂപ്പ്സിനെയും പോസിറ്റീവ് വരും അല്ലെ? എ പോസിറ്റീവ് വരും, ബി പോസിറ്റീവ് വരും, എ ബി പോസിറ്റീവ് വരും, ഓ പോസിറ്റീവ് വരും. ഓക്കെ, അതുപോലെ തന്നെ ഓ നെഗറ്റീവ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഒന്ന് എടുത്തേക്കേ. ഓ നെഗറ്റീവ്, ഓ നെഗറ്റീവിന്റെ കേസില് നെഗറ്റീവ് അല്ലെങ്കിൽ RH നെഗറ്റീവ് ആണ് കണ്ടീഷൻ വരുന്നത്. ആ കണ്ടീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? RH നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലെ? ബോത്ത് രണ്ടുപേർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഓ നെഗറ്റീവിന്റെ കേസസിൽ എല്ലാവർക്കും അല്ലെ, ഈ ഓ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതില് പോസിറ്റീവിനും, അതിൽ ഈ 4 ബ്ലഡ് ഗ്രൂപ്പിലെയും പോസിറ്റീവിനും നെഗറ്റീവിനും ഓ നെഗറ്റീവിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ക്ലിയർ ആയോ രണ്ടും തമ്മിലെ വ്യത്യാസങ്ങള്? അപ്പോ ഓ നെഗറ്റീവ് ആണ് എന്താണ്? എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്താണ്? ഓ നെഗറ്റീവ് ആണ് അല്ലെ? ഓ നെഗറ്റീവ് ഗ്രൂപ്പുകാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാരാണ്? അവരെന്താ നമ്മൾ വിളിക്കുന്നത്? യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ആണ് അല്ലെ? യൂണിവേഴ്സൽ ബ്ലഡ് ഡോണർ ആയിട്ടുള്ള ടൈപ്പ് ആണ് ഓ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓ എഴുതിയാൽ മതി. അതേസമയം ഏതാണ് ബ്ലഡ് ടൈപ്പ്, യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഓ നെഗറ്റീവ് എന്ന് തന്നെ എഴുതണം. ഇതിനും നിങ്ങൾ മറ്റെന്ത് എക്സാമ്പിളുകൾ എടുത്തു നോക്കിയാലും ഈ ഒരു ആൻസർ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ടൈം കളയണ്ട, വേസ്റ്റ് ആക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഈ എക്സാമ്പിളുകൾ തന്നെ നമ്മൾ പെട്ടെന്ന് എടുത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ വന്നത്. ഇതിൽ നിങ്ങൾക്കിപ്പോ ഈ നിങ്ങളുടെ PDF നോട്ട്സിലൊന്നും ഈ ഒരു ആൻസർ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതേസമയം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഓ നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എ ബി പോസിറ്റീവ് എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തെറ്റിപ്പോവാൻ ഈ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം അതിനുള്ള ആൻസറുകൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതിന് കൂടിയാണ് ആദ്യം ആ ബോക്സ് വരച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിനെ പറ്റി ഓൾറെഡി പറഞ്ഞു തന്നത്. ഇപ്പൊ ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ? കാരണം ആ ഒരു ബോക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൊണ്ടാണ്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു. അതിനുള്ള ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്ന്. അപ്പൊ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്നും എന്തൊക്കെയാണ് കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. മറിച്ച് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു തന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്? യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയൻ ബ്ലഡ് ടൈപ്പ് ഏതാണെന്നും ചോദിക്കാം. ഓക്കെ, അപ്പൊ 2 കേസുകൾ നമ്മൾ റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസും പറഞ്ഞു, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസും പറഞ്ഞു അല്ലെ? റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസിൽ 2 കണ്ടീഷൻസ് പറഞ്ഞു, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസിലും 2 കണ്ടീഷൻസ് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവിനെയും നെഗറ്റീവും എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി അല്ലെ? അപ്പൊ ആ എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ നമുക്ക് എന്താ മനസ്സിലായത്? എ ബി പോസിറ്റീവ് ആണ് എന്ത് എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനും ബ്ലഡ് റിസീവ് ചെയ്യാൻ, എല്ലാ ബ്ലഡ്
ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടൈപ്പ് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ O നെഗറ്റീവ് ആണ് എന്ത് എല്ലാ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടൈപ്പ് എന്നുള്ളതും മനസ്സിലായി. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? എ ബി പോസിറ്റീവിന്റെയും O നെഗറ്റീവിന്റെയും കേസ് പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഏതാണ് ടൈപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് എഴുതണം, ഗ്രൂപ്പ് എന്ന് ചോദിക്കാൻ എങ്ങനെ എഴുതണം, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അത് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ 4 ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് കൺഫ്യൂസ്ഡ് ആവാതെ കറക്റ്റ് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതൊന്ന് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? യൂണിവേഴ്സൽ ഡോണർ ഏതാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണെന്ന് പറഞ്ഞു അല്ലെ. Then however any mismatch between the blood type can prove fatal, that is causing death, so blood test must be done carefully. എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലഡ് മിസ്മാച്ചുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ ഡോണറുടെയും റെസിപ്പിയന്റിന്റെയും കൊടുക്കുന്ന ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് എന്തെങ്കിലും മിസ്മാച്ചുകൾ ഉണ്ടാവുകയാണെങ്കിൽ യോജിക്കാതെ വരികയാണെങ്കിൽ അവിടെ എന്താവും? ദാറ്റ് പ്രൂവ് ഫേറ്റൽ അല്ലെങ്കിൽ എന്താ കോസിംഗ് ഡെത്ത്, മരണം വരെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ടെസ്റ്റുകളും എന്ത് ചെയ്യണം? ബ്ലഡുമായി റിലേറ്റ് ചെയ്ത ഓരോ ടെസ്റ്റുകളും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമാണ് നമ്മൾ ബ്ലഡ് ബാങ്ക് സർവീസസിനെ പറ്റിയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ പറ്റിയും പഠിക്കുന്നുള്ളൂ. പ്രധാനമായിട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്, ആ പ്രോസസ് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ എന്താ ബ്ലഡ് ബാങ്ക് സർവീസസുകളിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടാസ്കുകൾ വരുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. സ്ക്രീനിങ്ങുകൾ ചെയ്യുന്നു, ഇൻഫെക്ഷൻസിനെ മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ ABO ഏത് ഗ്രൂപ്പ് ആണോ വരുന്നത്, ആർച്ച് പോസിറ്റീവ് ആണോ ആർച്ച് നെഗറ്റീവ് ആണോ വരുന്നത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പിന്നെയും പറഞ്ഞത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഈ നോട്ടാണ്. അതിൽ എന്താണ്? O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്ന ബ്ലഡ് ടൈപ്പ്, AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്ന ബ്ലഡ് ടൈപ്പ്. ഇത് രണ്ടുമാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, when is blood transfusion needed? ഇനി എപ്പോഴാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്ത സന്ദർഭങ്ങളിലായിരിക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. എല്ലാവർക്കും ഒരു സെയിം സിറ്റുവേഷൻസിലാണോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം? അല്ല, ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച്, ഓരോരുത്തരുടെയും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് പല സന്ദർഭങ്ങളിലായിട്ടായിരിക്കും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെയുള്ള പ്രധാന കുറച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന ചില സിറ്റുവേഷൻസ് ആണ് നമ്മളിവിടെ താഴെ പിടിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. അതായത് എന്തെങ്കിലും സീരിയസ് ആക്സിഡന്റുകളോ ഇഞ്ചുറീസോ ഒക്കെ ഉണ്ടായാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടമായിട്ട് വരും അല്ലെ. അതുപോലെ തന്നെ മേജർ സർജറീസ് ചെയ്യുമ്പോൾ ശരിയാണ്, സി സെക്ഷൻസ് അല്ലെ, നമ്മുടെ സി സെക്ഷൻ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള മേജർ സർജറീസോ അല്ലെങ്കിൽ ശസ്ത്രക്രിയകളോ കാര്യങ്ങളോ ഒക്കെ നടത്തുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ മേജർ ആയിട്ടുള്ള വലിയ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസോ ആക്സിഡന്റുകളോ ഒക്കെ സംഭവിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടമായിട്ട് വരാം അല്ലെ. ആ നഷ്ടമാകുന്ന ബ്ലഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും എമൗണ്ട് ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് തിരികെ ായിട്ട് സഹായിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തേത് എന്താ പറയുന്നത്? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. എന്താണ് ഡൈജസ്റ്റീവ് ട്രാക്ട്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എന്താണ് ദഹന നാളമാണ് അല്ലെ. ദഹന നാളത്തിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങുകള് അതെപ്പോഴും എങ്ങനെയായിരിക്കും? ഇന്റേണൽ ഓർഗൻസിനെ കണക്ട് ചെയ്തല്ലേ ഡൈജസ്റ്റീവ് സിസ്റ്റം നിൽക്കുന്നത്. അപ്പൊ ഇന്റേണൽ ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഇന്റേണൽ ബ്ലീഡിങ്സ് ഉണ്ടാവുമ്പോഴും അതുമായി ബന്ധപ്പെട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടമായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലും നഷ്ടമായ ബ്ലഡ് നമുക്ക് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ കൊടുക്കാനായിട്ട് നമുക്ക് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് സഹായിക്കുന്നത്. ആ ഒരു കണ്ടീഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്ത എന്താ? ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ അല്ലെ. ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ ലുക്കീമിയ പേഷ്യൻസ് അതുപോലെ തന്നെ
നമ്മൾക്ക് റേഡിയോളജി തെറാപ്പി ഇത് ഒരുമിച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ ലുക്കീമിയ, റേഡിയോളജി തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് ഇവയെല്ലാം ക്യാൻസറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലെ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണ്. ദെൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കുറെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, റേഡിയേഷൻ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്, കീമോതെറാപ്പികളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ലുക്കീമിയ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയില് WBC സെൽസിന്റെ നമ്പർ എന്ത് ചെയ്യും, ക്രമാതീതമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്പർ ഇത്ര ഒരു പെർസെന്റേജ് ഓഫ് നമ്പർ ഉണ്ട് നമ്മുടെ ഓരോ സെൽസിന്റെയും ഡിവിഷൻ. അപ്പൊ അത് ക്രമാതീതമായിട്ട് ക്രമാതീതമായിട്ട് ഉയരുന്ന അല്ലെങ്കിൽ വർദ്ധിക്കുന്നതാണ് ലുക്കീമിയ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് അല്ലെ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ആണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് നമ്മൾ റേഡിയേഷൻ തെറാപ്പികൾ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ. റേഡിയേഷൻ ഉള്ളത്, അതായത് റേഡിയേഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ റേഡിയേഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു, അതാണ് റേഡിയേഷൻ തെറാപ്പികൾ. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസർ സെൽസിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേഷനുകൾ ഉപയോഗിച്ചിട്ടുള്ള തെറാപ്പീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. ദെൻ കീമോതെറാപ്പി എന്ന് പറയുന്നത്, കീമോ എന്ന് പറയുന്ന വേർഡ് എന്ത് വേർഡാണ്, കെമിക്കൽസ് അല്ലെ. കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സ് പോലുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുള്ള തെറാപ്പിയാണ് കീമോതെറാപ്പീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവ റേഡിയേഷൻ തെറാപ്പികളായിക്കോട്ടെ, ഈ കീമോതെറാപ്പികളായിക്കോട്ടെ, മറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റുകളൊക്കെ ആയിക്കോട്ടെ, അവിടെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വരുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള തെറാപ്പീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഈ പേഷ്യൻസിന് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ എന്തൊരു മരുന്ന് കഴിച്ചാലും അതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെയും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇന്റേണൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിന്. എല്ലാവരിലും അല്ല, ചിലരിൽ ഇന്റേണൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബ്ലഡിലെ ബ്ലഡ് സെൽസ് RBCയുടെ അളവ് കുറയാറുണ്ട്. അതുപോലെ തന്നെ WBCയുടെ അളവ് കുറഞ്ഞു പോവാറുണ്ട്. അങ്ങനെ WBCയുടെ അളവൊക്കെ കുറയുകയാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും, ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഉണ്ടാവും അല്ലെ. കാരണം എന്താ, WBC എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന സെൽസ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള WBCയുടെയും RBCയുടെയും അളവ് കുറയുന്നത് വഴി അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാം, RBC കുറയുന്നുണ്ട്, WBC ഒക്കെ കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ പേഷ്യൻസിന് നമ്മൾ ഉടനെ എന്ത് ചെയ്യും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഏത് കമ്പോണന്റ് ആണോ അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവിടെയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നില്ലേ. അടുത്തത് എന്താ, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എന്താണ് റെഡ് ബ്ലഡ് സെൽസ്, ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് കുറവാകുന്ന അവസ്ഥ. അതിനൊരു എക്സാമ്പിൾ ആണ് അനീമിയ എന്ന് പറയുന്നത്. എന്താണ് അനീമിയ, വിളർച്ച എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. വിളർച്ച രോഗമുള്ളവര് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ അനീമിയ ഉണ്ടാവാറുണ്ട്. കാരണം എന്താ, അവരുടെ ബ്ലഡില് RBCയുടെ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. RBC സെൽസിന്റെ അളവ് കുറയുന്ന അവസ്ഥ. അപ്പൊ ഇവിടെ അനീമിക് പേഷ്യൻസിലും എന്താണ്, പ്രഗ്നൻസി ടൈമിലൊക്കെ അനീമിയ ഉണ്ടാവാറുണ്ട്. അപ്പൊ ബ്ലഡ്, അതായത് നമ്മളെപ്പോഴും പറയും ബ്ലഡ് കുറവാണ്, നിങ്ങളുടെ ബോഡിയിൽ ബ്ലഡ് കുറവായതുകൊണ്ടാണ്. അപ്പൊ ബ്ലഡിലെ ഏത് കമ്പോണന്റ് ആണ് കുറവ്, RBC എന്ന് പറയുന്ന സെൽസ് കുറയുന്നത് മൂലമാണ് അനീമിയ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അനീമിക് പേഷ്യൻസിൽ അവരുടെ ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, നമ്മൾ RBCs ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു അനീമിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് റിക്കവർ ചെയ്ത് മാറാനായിട്ട് സാധിക്കും അല്ലെ. ആ ഒരു കണ്ടീഷനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ബോഡിയിൽ ഇല്ലാത്തൊരു കണ്ടീഷൻ വന്നാലും അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്തത് ഏതാ, ലിവർ പ്രോബ്ലംസ്. റേഡിയേഷൻ തെറാപ്പീസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ലിവർ പ്രോബ്ലംസ്, ലിവർ അല്ലെങ്കിൽ എന്താ, കരള് അല്ലെ. കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരുന്നത്, ലിവർ സിറോസിസ് അല്ലെ. ലിവർ സിറോസിസ് വരാം, ഫാറ്റി ലിവർ ഡിസീസ് വരാം, മഞ്ഞപ്പിത്തം വരാം അല്ലെ. ഇങ്ങനെയുള്ള പല രോഗങ്ങളും ലിവറുമായി കരളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അതിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ രോഗികൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആവശ്യമായിട്ട് വരാറുണ്ട്. ഇനിയിപ്പോ ഈ മഞ്ഞപ്പിത്തമൊക്കെ കൂടിക്കഴിഞ്ഞാൽ, ലിവർ സിറോസിസ് ഒക്കെ ഒത്തിരി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കരൾ മാറ്റ ശസ്ത്രക്രിയകളൊക്കെ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള സർജറീസ് ചെയ്യുമ്പോഴും, അവയവമാറ്റ സർജറീസ് ചെയ്യുമ്പോഴും ആ ഒരു സർജറിയുടെ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടും അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്.
then അടുത്തത് ബ്ലഡ് ഡിസോർഡേഴ്സ്. ബ്ലഡ് ഡിസോർഡേഴ്സ് എന്താണ്? ബ്ലഡുമായിട്ട് അല്ലെങ്കിൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ. ഏതൊക്കെയായിരിക്കും ബ്ലഡ് ഡിസോർഡേഴ്സ്? പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു, അനീമിയ പഠിച്ചു അല്ലെ. ദെൻ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ആണ് ലുക്കീമിയ. ഇതൊക്കെ ബ്ലഡ് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. then എന്താ? സിക്കിൾ സെൽ അനീമിയ പറയാം, ഹീമോഫീലിയ പറയാം അല്ലെ. then ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ബ്ലഡുമായി റിലേറ്റ് ചെയ്ത് വരുന്ന രോഗങ്ങളാണ്. അപ്പൊ അതിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഹീമോഫീലിയ എടുത്ത് നോക്കിയേ. ഹീമോഫീലിയ കണ്ടീഷനുള്ള പേഷ്യൻസിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷനുള്ള പേഷ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവരുടെ ബ്ലഡ് എന്ത് ചെയ്യുന്നില്ല, എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ അവരുടെ ബ്ലഡ് കട്ട പിടിക്കുന്നില്ല അല്ലെ, ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല, അവരുടെ ബ്ലഡ് എങ്ങനെയാണ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്ലഡ് കട്ടയാവാത്ത അവസ്ഥയാവുന്നത് കൊണ്ട് അവർക്ക് ആ ബ്ലഡ് കട്ടയാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ സഹായം വേണം, വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഇപ്പൊ ഈ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവരുടെ ബോഡിയിലേക്ക് ബ്ലഡിലേക്ക് ഇങ്ങനെയുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എത്തിക്കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുകയും കൂടുതൽ ബ്ലഡ് പുറത്തേക്ക് പോവാതെ ഒഴുകി പോവാതെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു കണ്ടീഷൻസിലും ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. എല്ലാ സിറ്റുവേഷൻസും ഇല്ല, എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻസോ ഇഞ്ചുറീസോ ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് വരുമ്പോഴോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള വലിയ സർജറീസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടമായെന്ന് വരാം. അങ്ങനെ നഷ്ടമായി വരുമ്പോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ എന്താ പറഞ്ഞേ? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് അല്ലെങ്കിൽ ദഹനനാളത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾ. ഇതിന്റെ ഭാഗമായിട്ടും എന്തെങ്കിലും ഇന്റേണൽ ബ്ലീഡിങ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അതിൽ നിന്ന് ഇന്റേണൽ ബ്ലീഡിങ്ങിൽ നിന്ന് നഷ്ടമാകുന്ന ബ്ലഡിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. എന്താ? ലുക്കീമിയയുടെ കേസ് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പീസിന്റെ കേസ് പറഞ്ഞു നമ്മള്. കീമോതെറാപ്പികൾ, കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റുകളാണ് കീമോതെറാപ്പികൾ. റേഡിയേഷൻ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് റേഡിയേഷൻ തെറാപ്പികൾ. ഇവയെല്ലാം ബ്ലഡ് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള തെറാപ്പീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. ഇത് ക്യാൻസർ പേഷ്യൻസിലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? സൈഡ് എഫക്ട്സിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇന്റേണൽ ബ്ലീഡിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ബ്ലഡിലെ RBCയുടെ അളവ് കുറയുന്നത് മൂലം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ WBCയുടെ അളവ് കുറഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് പിടിപെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ അവർക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ആവശ്യമായിട്ടുള്ള ഏത് കമ്പോണന്റ് ആണോ വേണ്ടത് അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്താ? ലാക്ക് ഓഫ് ഹെൽത്തി ബ്ലഡ് സെൽസ് അല്ലെ, RBCയുടെ ഹെൽത്തി ആയിട്ടുള്ള RBCs നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അത് നല്ല രീതിയിൽ നമ്പർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അനീമിക് പേഷ്യൻസിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞത്. അവർക്ക് എന്ത് ചെയ്തു? ഈ RBC എന്ന് പറയുന്ന ബ്ലഡ് കമ്പോണന്റ് ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിവർ പ്രോബ്ലംസ് ആയിട്ടുള്ള ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ ഡിസീസ്, മഞ്ഞപ്പിത്തം പോലെയുള്ളവ അവിടെ എന്താണ്? ലിവർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുടെ ഭാഗമായിട്ടും അല്ലാതെ ആ ഒരു രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആവശ്യമായിട്ട് വരാറുണ്ട്. then ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ, ബ്ലഡുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അനീമിയ, പിന്നെ ഹീമോഫീലിയ, ബ്ലഡ് ക്ലോട്ടുകൾ, പിന്നെ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞു? ലുക്കീമിയ പോലെയുള്ളവയൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അവയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളതിന്റെ ആ ബ്ലഡ് ഡിസോർഡേഴ്സുമായിട്ട് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു? ആ ഒരു കണ്ടീഷൻസിനെ, ആ ഒരു ഡിസോർഡറിന്റെ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഏത് കമ്പോണന്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ബ്ലഡിന്റെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും. ഒന്നാമത് ക്വസ്റ്റ്യൻ. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വരാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ 3 ഓപ്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ടതും
നാലാമതൊരു ഓപ്ഷൻ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ അതിൽ നോട്ട് ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസും വരാം. രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇന്ന് ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇന്നെടുത്തത് ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, എല്ലാവരും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എന്റെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. മാം, ആ O നെഗറ്റീവും AB പോസിറ്റീവും പ്രത്യേകിച്ച് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, അത് ഒന്നും കൂടെ ഒന്ന് പറയാവോ? O നെഗറ്റീവ് AB പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ വരുള്ളൂ. ഏതാണ് യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കാം. അല്ലാതില് AB പോസിറ്റീവിന്റെ കേസിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കാം. ബ്ലഡ് ടൈപ്പ് എന്ന് പറഞ്ഞ് എടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ഏത് എഴുതണം? പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള കാറ്റഗറി അവിടെ ഉൾപ്പെടും. ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. ബ്ലഡ് ഗ്രൂപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്ത് എഴുതിയാൽ മതി? യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ O മാത്രം എഴുതിയാൽ മതി. എന്നാൽ യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഏത് എഴുതണം? O നെഗറ്റീവ് എഴുതണം. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെയാണ് AB കേസിലും യൂണിവേഴ്സൽ റെസിപ്പിയൻ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ AB എഴുതുക. യൂണിവേഴ്സൽ റെസിപ്പിയൻ ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ AB പോസിറ്റീവ് എടുത്ത് എഴുതണം. ഓക്കെ, അതിന് നമ്മൾ 4 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 2 റിസീവ് ചെയ്യുന്ന കേസിലെ കണ്ടീഷൻസും പറഞ്ഞു, ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസും പറഞ്ഞു അല്ലെ. അപ്പൊ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ആ കണ്ടീഷൻസ് വെച്ചിട്ടൊന്ന് നോക്കുക. അപ്പൊ അതിനനുസരിച്ച് AB പോസിറ്റീവും O നെഗറ്റീവും തന്നെയാണ് എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നതും എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത് കേട്ടോ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത്രയും മാത്രമേ വരുള്ളൂ. എന്താണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ AB എഴുതിയാൽ മതി. യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ O എഴുതിയാൽ മതി. എന്നാൽ ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ O നെഗറ്റീവും AB പോസിറ്റീവും എഴുതണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നവ്യാണോ ചോദിച്ചത്? ക്ലിയർ ആയിരുന്നോ? ഓക്കെ. വേറെ ആർക്കും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എടുത്തത് ക്ലിയർ ആയിരുന്നോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് പോർഷൻസും കൂടി ഈ ഒരു ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാനുള്ളൂ. ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ആഴ്ചയിലായിരിക്കും നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച്. അപ്പോ അതിന് മുൻപ് നിങ്ങൾ അടുത്ത ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോകുന്നത് റേഡിയോളജിയാണ്. റേഡിയോളജി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത് കയ്യിൽ വെച്ചേക്കാം കേട്ടോ. റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്റർ 22 ചാപ്റ്റർ 22 റേഡിയോളജി. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അത് നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചേക്കാം കേട്ടോ. അടുത്ത ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാവും ക്ലാസ്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കും ഡൗട്ട്സ് ഇല്ല? ക്ലിയർ ആയതുകൊണ്ടാണോ ഡൗട്ട്സ് ഇല്ലാത്തത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് അതെ അരിവാൾ രോഗം എന്നൊക്കെ നമ്മൾ പറയും. അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ ഷേപ്പ് എന്താണ് ഒരു അരിവാള് പോലെ ആകുന്ന ഒരു അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ബ്ലഡ് ഡിസോർഡേഴ്സിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ബ്ലഡ് ഡിസോർഡേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനപ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബ്ലഡ് ഡിസോർഡേഴ്സിന്റെ പേര് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരില്ല. നിങ്ങൾക്ക് പഠിക്കാനില്ല. ബ്ലഡ് ഡിസോർഡേഴ്സ് മാത്രമേ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ.
ഓക്കെ, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന കേസ് ഇത്രയാണ്. അതായത് റെഡ് ബ്ലഡ് സെൽസ് ഷേപ്പ് എന്ത് ചെയ്യും, സിക്കിൾ അല്ലെങ്കിൽ അരിവാൾ പോലെ ആവുന്നു. അതുകൊണ്ട് ഇതിന്റെ മലയാളത്തിൽ നമ്മൾ അരിവാൾ രോഗം എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലാസ് മാം ലൂക്കേമിയ ഒന്ന് പറയാവോ? ലുക്കീമിയ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ക്യാൻസർ എന്നാണ് നമ്മൾ സ്വഭാവം എപ്പോഴും നമ്മൾ രക്താർബുദം അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയാറുണ്ട്. അതായത് ബ്ലഡുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു രോഗമാണ്. ബ്ലഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബ്ലഡും അതിന്റെ ബോൺമാരോ ഒക്കെ നമ്മൾ പറയില്ലേ, ബോൺമാരോ പഠിച്ചില്ലേ? ബോൺമാരോയുടെ ഉള്ളിൽ വെച്ചാണ് റെഡ് ബ്ലഡ് സെൽസ് WBC പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ നിർമ്മിക്കപ്പെടുന്നത് പഠിച്ചില്ലേ? അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ക്യാൻസർ ആണ് എന്താണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അവിടെ ലുക്കീമിയ പേഷ്യൻസിന് പ്രധാനമായിട്ടും അവരുടെ WBC സെൽസിലെ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് അതിന്റെ നമ്പർ ക്രമാതീതമായിട്ട് അനിയന്ത്രിതമായിട്ട് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ലുക്കീമിയ പേഷ്യൻസിന്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ ലുക്കീമിയ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നില്ല. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടോ? No, ma'am. ഓക്കെ, ഇപ്പോൾ വൈൻഡപ്പ് ചെയ്തോട്ടെ. യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.